പണം കായ്ക്കുന്ന മരം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളിങ്ങ. ഹേയ് മച്ചാന്മാരെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ സമയം 1 മണിയാവുന്നു. 12:55 എന്നാണ് തോന്നുന്നത്. നല്ല വെയിലാണ് കേട്ടോ. നട്ടുച്ച വെയിലത്താണ് ഞാൻ ഇങ്ങനെ ഇന്ന് ഇൻട്രോ എടുക്കുന്നത്. ഇന്ന് രാവിലെ സ്കൂളില്ലാത്തതുകൊണ്ട് പ്രത്യേക പരിപാടീസ് ഒന്നും ഇല്ലായിരുന്നു. ഇന്നലത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് വന്ന് കയറി കിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം രാത്രിയിൽ 2:30 കഴിഞ്ഞു. ഫംഗ്ഷൻ്റെ ആണോ എന്തിൻ്റെ ഹാങ് ഓവറാണെന്നറിയില്ല. വയറ് നന്നായിട്ട് പണി മുടക്കിയിട്ടുണ്ട്, നൈസായിട്ട് പണി മുടക്കി. അതുകൊണ്ട് വിശ്വസിച്ച് ഒരിടത്തും പോകാൻ പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ പോവാണ്. അതൊക്കെ ശരിയാവും അതോടെ പോകാനല്ലേ. അപ്പം മാഡത്തിൻ്റെ രണ്ടാമത്തെ മോള് മെസ്സേജ് അതിൻ്റെ അനിയത്തിനെ എടുത്ത് അത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോവുക. ശേഷം അതിനെടുത്ത് ഇതാ ഇവിടെ നമ്മൾ മുന്നേ ഒക്കെ കണ്ടിട്ടുള്ള സ്ഥലം കേട്ടോ, ഫാമിലി കമ്മ്യൂണിറ്റി മെഡിക്കൽ സെൻറ്റർ. അപ്പോൾ അവിടെ വരാൻ പറഞ്ഞു. അവർ രണ്ടുപേരെ ഇവിടെ കൊണ്ടുവന്നാക്കി. അവർ രണ്ടുപേരും അകത്തേക്ക് കയറി പോയി. നമ്മളിവിടെ നമ്മുടെ വണ്ടിയിട്ട് ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ ക്യാമറയിൽ പകർത്തി അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു. ഇത് ഇമാം അബ്ദുറഹ്മാൻ യൂണിവേഴ്സിറ്റി ആട്ടോ. യൂണിവേഴ്സിറ്റിൻ്റെ കോമ്പൗണ്ടിനകത്തുള്ള ഒരു ബിൽഡിങ്ങാണ്. ഒന്നല്ല, ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് ഇവിടെ. ദേ തൊപ്പി വെച്ച പോലത്തെ ബിൽഡിംഗ് ഉണ്ടോ? എങ്ങനെയുണ്ട് തൊപ്പി വെച്ചിരിക്കുന്ന ബിൽഡിങ്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് കോളേജ് ഓഫ് മെഡിസിന് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ളവരുടെ ഒരു കോളേജ് അല്ലേ. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ലോക മുസ്ലിം ജനത ഇപ്പോൾ റമദാൻ മാസത്തിനെ വരവേൽക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഈ മാസത്തിൻ്റെ പകുതിയോടുകൂടി റമദാൻ ഇങ്ങെത്തും. നമ്മുടെ സൗദി അറേബ്യക്കതാണെങ്കിൽ റമദാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ഉത്സവ പ്രതീതിയാണ്. റമദാനോടനുബന്ധിച്ച് എല്ലാ വീടുകളും കടകളും ഒക്കെ ഓരോരോ രീതികളിൽ അവർ അലങ്കരിച്ച് വയ്ക്കുക പതിവാണ്. നമ്മുടെ ഫാമിനകത്ത് അലങ്കരിച്ചിരിക്കുന്നതാണോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാഡത്തിന് മോളെ എടുത്ത് വീട്ടിൽ കൊണ്ടാക്കി ശേഷം റൂമിലേക്ക് എത്തിയപ്പോഴേക്കും മാഡം വിളിച്ച് പറഞ്ഞാൽ കുറച്ച് സാധനം വാങ്ങിക്കണമെന്ന്. അങ്ങനെ സാധനം വാങ്ങിക്കാനായിട്ട് നമ്മളെ ഫാമിലേക്ക് വന്നു. ഐറ്റംസൊക്കെ വാങ്ങി ഇനി ഇതെടുത്ത് തിരിച്ച് വണ്ടിയിലേക്ക് വെക്കണം. ഇന്നത്തെ ക്ലൈമറ്റൊക്കെ നൈസാണ്. പിന്നെ ഇനി ടാസ്ക് ആണ് നല്ലത്. എൻ്റെ ഒന്നു ഇതിങ്ങനെ ഇരിക്കുക, ഇതെടുത്തോട്ട് നൈസായിട്ട് നീക്കുക. ഏകദേശം നമ്മുടെ വെള്ളം മോനെ എൻ്റെ റബ്ബേ സെറ്റ്. അങ്ങനെ വെള്ളം കുപ്പിയും കയറി. ഇനി നമുക്ക് തിരിച്ചു പോകാം. മാഡം ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്ക് പോസ്റ്റ് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് 3:45 ഇവിടെ കോർണിഷിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം നമുക്കുള്ള വെള്ളമാണ് കേട്ടോ അത്. എനിക്ക് കുടിക്കാനുള്ള, ഞാൻ ഹന്നാന്ന് റൂമിലാണല്ലോ. അപ്പോൾ നമുക്ക് രണ്ടുപേർ കൂടെ ഉള്ള വെള്ളമാണിത്. ഒരു കുപ്പി എനിക്കുള്ളത്, അവൻ്റെ വേറൊരു കുപ്പിയുണ്ട്. അപ്പോൾ അതിലെടുക്കുമ്പോഴത്തേക്കും 2 കുപ്പി. ആ കുപ്പി അവൻ്റെത്, ഈ കുപ്പി എനിക്കുള്ളത്. അങ്ങനെ വെള്ളമായിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ആമസോണിൽ നിന്ന് ആൾ വന്നു. ഞാൻ 2 ദിവസം മുന്നേ ഓർഡർ ചെയ്തിട്ടുള്ള കേബിൾ വന്നു. ഇനി അടുത്ത നമ്മുടെ സാധനങ്ങൾ പറക്കൊണ്ട് വെക്കണം. നടക്കണം. ഇപ്പോൾ സമയം 4:15. ഞാൻ വെള്ളം എടുത്തോണ്ടുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു മാഡത്തിന് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പോകണം, ഒരു കോർണർഷിപ്പ് പോകണമെന്ന്. ആ സ്ഥലത്തേക്ക് വന്നു. അവർ അകത്തേക്ക് പോയി. അറബ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള എല്ലാ GCC രാജ്യങ്ങളെയും തീരങ്ങളെ തഴുകി തലോടി ഒമാൻ തീരം വഴി അറബിക്കടലിലേക്കും അവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ചെന്നെത്തുന്ന ഈ കടലാണ് പേർഷ്യൻ സീ എന്നറിയപ്പെടുന്ന ഗൾഫ് അറേബ്യൻ കടൽ. ഇതിന് ഏകദേശം 2000 കിലോമീറ്ററോളം ദൂരമുണ്ട്. അത്രയും ഏരിയ കവർ ചെയ്താണ് ഈ കടൽ ഒഴുകി നടക്കുന്നത്. ഇവിടെ നമുക്കങ്ങനെ നമ്മുടെ നാട്ടിലെ കടലിൻ്റേതുപോലെ അത്രയ്ക്കും വലിയ തിരയോ തിരമാലകളോ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ നാട്ടിലെ കടലും ഇവിടുത്തെ കടലും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇവിടങ്ങളിൽ നമുക്ക് കടലിനകത്തേക്ക് ഒരുപാട് മണ്ണിറക്കി തിട്ട കെട്ടി അവിടങ്ങളിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിലെ പോലെ കടൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താണോ കാണുന്നത് അതിന് നേർ വിപരീതമാണ് ഇവിടുത്തെ ഈ ഒരു ബീച്ച് സൈഡ് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ദമാം അൽഖബാർ സൈഡിലുള്ള കോർണിഷിലാണ്. ഇവിടെ ബീച്ചിനെ നമ്മൾ അറിയപ്പെടുന്നത് കോർണിഷ് എന്നാണ് പൊതുവെ പറയാറ്. പിന്നെ ഇവിടങ്ങളിൽ കൂടുതലും വരുന്ന ഫാമിലീസാണ്, അതുപോലെ തന്നെ സിംഗിൾസും വരാറുണ്ട്. ഈ ഒരു സൈഡിൽ ഇവിടുത്തെ ബീച്ച് സൈഡിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ സൈക്കിൾ റെൻറ്റിന് എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ബൈക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ട്രെയിൻ, ഇങ്ങനെ ചെറിയ കളിപ്പാട്ടം പോലത്തെ സംഭവം ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട്. പിന്നെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ തിയേറ്റർ ഉണ്ട്, ഫുഡ് കോർട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതിന് ഓപ്പോസിറ്റ് സൈഡിലാണ് ബഹ്റൈൻ.
പണം കായ്ക്കുന്ന മരം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളും കേട്ടോ. ഇതാണ് പണം കായ്ക്കുന്ന മരം. നാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വന്തം ജീവനും ജീവിതവും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പ്രവാസിയായ ഓരോ പ്രവാസിയും ഇതേപോലെയൊക്കെ തന്നെയാണ്. ഞാനിവിടെ ബീച്ചിൻ്റെ വിഷ്വൽസൊക്കെ എടുത്ത് നടക്കുന്ന സമയത്ത് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ഒരു ഉറുമ്പ് പോലെ എന്തോ തൂങ്ങിക്കിടക്കുന്ന കണ്ട് സൂം ചെയ്ത് നോക്കുന്ന സമയത്താണ് ഇവരെയൊക്കെ കാണുന്നത്. അവരവിടെ എന്താ ചെയ്യുന്നത് എന്നായിരിക്കുമല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത്. അവരിപ്പോൾ ആ ബിൽഡിങ്ങിലെ ഗ്ലാസ് കഴുകുകയാണ്. ഗ്ലാസ് കഴുകുന്ന ജോലിയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്ന് വന്നു. ഇപ്പോൾ സമയം 6 മണിയാവാനായി. വന്നിട്ട് ഒരു 10-15 മിനിറ്റ് ആയുള്ളൂ. വന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനെ ബാങ്ക് വിളിച്ചു. പിന്നെ റൂമിൽ കയറി നോമ്പ് തുറന്നു. നോമ്പ് തുറക്കാൻ കഴിക്കാൻ എന്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നതല്ലേ ചോദ്യം. ഓഫ് കോഴ്സ് നിങ്ങൾ ചോദിക്കുമല്ലോ. റൂമിൽ വെള്ളവും പിന്നെ കപ്പലണ്ടി ഉണ്ടായിരുന്നു. കടല, തൊലി കളഞ്ഞ കടല ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതും കൂട്ടി നോമ്പ് തുറന്നു. പെട്ടെന്ന് തന്നെ ഭാര്യ മസ്കരിച്ചു. ഇനി നമുക്ക് പോവാം. പിന്നെ ഇത് ക്ലൈമറ്റ് ഒന്ന് കണ്ടോളി. എല്ലാ സമയത്തും ക്ലൈമറ്റായി കണ്ടോളി. ഉണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ്. ഇപ്പോൾ സമയം 6 മണിയാവുന്നേ ഉള്ളൂ. ഇനി എത്ര പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പം മേഡം വരും. മേഡത്തിന് മക്കളുണ്ടാവും തോന്നുന്നു. അവരെ അടുത്ത് അവരുടെ വീട്ടിൽ പോകണം. ശേഷം 6:15 അവിടെ നിന്ന് അവരുടെ ഏറ്റവും ഇളയ മോള അതിനെയും കൂട്ടി വേറെ ഒരു സ്ഥലത്ത് എവിടെ പോകണമെന്ന് പറഞ്ഞ ലൊക്കേഷൻ വിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ടാസ്ക്. സമയം 6:48. മാഡത്തിന് മാട് വെട്ടിക്കൊണ്ടാക്കി. അപ്പോഴേക്കും മാഡത്തിൻ്റെ മോക്ക് വേറെ ലൊക്കേഷൻ പോകണമെന്ന് തോന്നില്ലേ? അതാണ് ഈ ലൊക്കേഷൻ. അപ്പോൾ അത് കഴിഞ്ഞു നമുക്ക് 4 ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററാണല്ലോ ഓഫാക്കാം. പിന്നെ വണ്ടിയുടെ എണ്ണ കണ്ടോ? 2 കുറ്റിയേ ഉള്ളൂ. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറി എണ്ണ അടിക്കണം. ഇനി നേരെ തിരിച്ച് മാഡത്തിൻ്റെ അടുത്തേക്ക് പോകണം. അതാണ് നെക്സ്റ്റ്. പോകുന്ന വഴിക്ക് തന്നെ പമ്പുണ്ടല്ലോ, നമുക്ക് അവിടെ കയറാം അല്ലേ? മോനെ ഇപ്പോൾ സമയം 7 മണിയാട്ടോ. നമ്മൾ നേരെ അവിടെ നിന്ന് വിട്ട് വന്ന വഴിയാണ്. പിന്നെ നല്ല നടുവേദന എടുക്കുന്നത്. നമ്മൾ ഡ്രൈവർമാർക്ക് മെയിൻ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവേദന. സീറ്റിലേക്ക് ഇരിക്കുമ്പോഴത്തേക്ക് സീറ്റ് ചൂടായിട്ടാണ് നല്ല വേദന എടുക്കുന്നുണ്ട്. പിന്നെ അതേ നമ്മുടെ ഭായിമാർ വണ്ടിക്ക് എണ്ണ അടിക്കുന്നു. 91 ആണ്. അപ്പോൾ എണ്ണ അടിക്കാൻ പറഞ്ഞു. ഫുൾ ടാങ്ക് ഫുള്ളടിക്കട്ടെ. വണ്ടിക്ക് എണ്ണ അടിച്ചു. ശേഷം മാഡത്തിൻ്റെ ഉമ്മാർ വീട്ടിൽ പോയി മാഡത്തിനെ അടുത്ത് തിരിച്ച് കൊണ്ടുവന്നാക്കി. ഇത് വണ്ടിക്ക് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചപ്പോഴത്തേക്കും ആ പെട്രോൾ പമ്പിലെ മെഷീനിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്ത് വന്ന ഒരു ഫത്തൂറ ഉണ്ടാവും. ബില്ലാണ്. നമ്മൾ അറബിയിൽ ഫത്തൂറ എന്ന് പറയും, ഇംഗ്ലീഷിൽ ബില്ല് എന്ന് പറയും. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് സീക്രട്ട് കാര്യങ്ങളുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഈ എഴുതിക്കണ മൊത്തം ആ കമ്പനിയുടെ പേരും ഡീറ്റെയിൽസൊക്കെയാണ്. അവിടെ പെട്രോൾ പമ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയുടെ പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങൾ. ഇതിനകത്ത് തൊട്ട് താഴെയായിട്ട് എഴുതിക്കുന്നത് ഈ 91 ഉണ്ടല്ലോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 91 ഉണ്ട്, 95 ഉണ്ട്. പെട്രോൾ 2 വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് 91 ആണ് ഞാൻ അടിച്ചേക്കുന്നത്. ഇത് തൊട്ട് താഴെയായിട്ട് 33 എഴുതിയിരിക്കുന്നത് ഞാൻ അടിച്ച എണ്ണ. 33.5 ലിറ്റർ എണ്ണയാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. ഇവിടെ 1 ലിറ്റർ എണ്ണയ്ക്ക് 2 റിയാൽ 150 ഹലാലാവും. അതാണ് ഈ താഴെയായിട്ട് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇതിനകത്ത് 73 എഴുതിക്കണമല്ലോ. ഈ 33.5 ലിറ്ററിന് എത്ര എമൗണ്ട് ആയി എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതാണ് 73 റിയാൽ. ഞാൻ ടോട്ടലി 73 റിയാലിന് എണ്ണ അടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് 71 റിയാൽ ബൈ കാർഡായിട്ട് കൊടുത്തു, 2 റിയാൽ ബൈ ക്യാഷായിട്ടും കൊടുത്തു. ക്യാഷായിട്ട് ഞാൻ 5 റിയാലിൻ്റെ ഒറ്റ നോട്ടാണ് കേട്ടോ കൊടുത്തത്. ഒറ്റ നോട്ട് കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത് ഇതൊക്കെയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ കാണുന്ന 50 ഹലാലുണ്ടോ? ഈ 50 ഹലാലെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ 50 പൈസ എന്ന് പറയില്ലേ, അതേപോലത്തെ ഐറ്റം കൊടുത്ത് ഇവിടെ 50 ഹലാല എന്ന് പറയും. ഇത് ഇച്ചിരി പുതിയ പൈസ ഉണ്ടോ? ഇത് കുറച്ച് പഴയതാണ്. ഇത് 50 ഹലാലിൻ്റെ തൊട്ടാണ്. പിന്നെ ഇതാണ്ട് ഈ കാണുന്നുണ്ടോ? ഇത് ഇവിടുത്തെ 1 റിയാലിൻ്റെ തൊട്ടാണിത്. ഇത് ഇച്ചിരി പുതിയ പൈസയാണിത്. ഇതിനകത്ത് കിങ്ങിൻ്റെ ആരുടെയും കിടക്ക് ഫോട്ടോ ഒക്കെ ഉണ്ട്. ഈ കണ്ടില്ലേ? ഇത് ഇച്ചിരി പുതിയ പൈസ, ഇത് ഇച്ചിരി പഴയ പൈസ, ഇത് ഇച്ചിരി പുതിയ പൈസ, ഇതിൻ്റെ ഇടയിലുള്ള പൈസ. ഇനി ഫുഡ് കഴിക്കണം. അതിനായിട്ടുള്ള മീൻ കറി ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ചോറായിട്ടുണ്ട്. ചോറിന്ന് ഉച്ചക്കത്തെയാണ്. എനിക്ക് നോമ്പായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പിന്നെ ഷന്നാൻ നോമ്പാണോ ഇല്ലെന്ന് അറിയാൻ പാടില്ല. ആൾ നേരം വരെ ഫുഡ് കഴിച്ചിട്ടില്ല. ഓട്ടത്തിലായിരിക്കാനാണ് സാധ്യത. ഇപ്പം ഞാൻ വന്ന വഴിക്ക് പുറകെ കിടന്ന് ഹെഡ്ലൈറ്റ് അടിച്ച് കളിഞ്ഞായിരുന്നു. അപ്പം ഞാൻ കരുതി അവനാന്ന് ചിന്തിച്ചിട്ട് ഞാൻ വണ്ടി നേരെ സൈഡാക്കി. അപ്പോഴേക്കും അവൻ ഇങ്ങോട്ട് കയറിപ്പോയി. അപ്പം മച്ചാന്മാരെ കറിയൊക്കെ ചൂടായിട്ടുണ്ട്. അയല ഇന്നലെ വെച്ച കറി കേട്ടോ. ഞാനാണ് ഈ കറി വെച്ചത്. പിന്നെ അച്ചാറ്, ചോറ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. എങ്ങനെയുണ്ട് മീൻ? ഒരെണ്ണം എടുക്കട്ടെ. ഒരു ഇപ്പോൾ സമയം രാത്രി 12 മണി കഴിഞ്ഞു. പിറ്റേ ദിവസമായി. ഇന്നത്തെ ക്ലൈമറ്റ് നൈസാണ് കേട്ടോ. നല്ല ക്ലൈമറ്റ്. ചന്ദ്രൻ ചേട്ടനൊക്കെ ആകാശത്ത് നിന്ന് ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ നൈസായിട്ടുള്ള നല്ല എന്താ പറയുക, തണുപ്പ് കൂടുതലും ഇല്ല, പക്ഷെ തണുപ്പ് കുറവില്ല. നമ്മുടെ നാട്ടിലെ പോലത്തെ ചെറിയ കാറ്റടിക്കുന്നുണ്ട്.
ജനൽ തുറന്നിട്ടിട്ട് ആ കാറ്റ് ആസ്വദിച്ച് കിടന്നുറങ്ങണം. എൻ്റെ പൊന്നു മച്ചാനെ വേറെ ലെവൽ വൈബാണ്. പക്ഷേ ഇവിടെ അങ്ങനെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ വെളുപ്പിനെ ഒരു 3 മണിയെല്ലാം കഴിയുമ്പോൾ തന്നെ വെട്ടം വന്നു തുടങ്ങും. പിന്നെ അവിടെ കിടന്ന് ഉറക്കവും പോയി കിട്ടും. അപ്പോൾ മച്ചാന്മാരെ നാളത്തെ നല്ല നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ശരി പോട്ടെ. ബൈ ബൈ, ഗുഡ് നൈറ്റ്, ബൈ.